ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്നും വീട് പണി കഴിഞ്ഞിടത്തുനിന്നൊക്കെ സ്ക്രാപ്പ് വിലക്ക് നമ്മൾ വിറ്റൊഴിവാക്കുന്ന തുരുമ്പ് പിടിച്ച റോഡുകളും പ്ലേറ്റുകളിൽ നിന്നൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള വളരെ ലോ റിസ്ക് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വലിയ ഹെവി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫർണസിൻ്റെ ആവശ്യമില്ല, വലിയ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന മെൽറ്റിംഗ് ഇല്ല, പൊല്യൂഷൻ്റെ ഹെഡേക്ക് ഇല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നെറ്റ് ആൻഡ് ബോൾട്ട് പോലുള്ള ഡെയിലി യൂസ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് നിർമ്മിച്ച് മാസം തോറും ലക്ഷങ്ങൾ സ്ഥിര വരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നെറ്റ് ആൻഡ് ബോൾട്ട് വളരെ പരിചിതമായ ഒരു പ്രോഡക്റ്റാണ്, കൺസ്യൂമബിൾ പ്രോഡക്റ്റാണ്. വെഹിക്കിൾ, മെഷീൻസ്, ബിൽഡിംഗ്, ഫാബ്രിക്കേഷൻ ഒന്നും ഇതില്ലാതെ നടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ വളരെ ചീപ്പാണ്. നമുക്ക് സ്ക്രാപ്പ് വിലക്ക് റോഡും പ്ലേറ്റും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആക്രി കടകളിൽ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഫർണസും അതേപോലെ തന്നെ മെൽറ്റിംഗ് പ്രോസസ്സ് ഒന്നും ഇല്ലാതെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് വളരെ കുറഞ്ഞ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് കേരളത്തിൽ ഇതിൽ നിന്ന് നെറ്റ് ആൻഡ് ബോൾട്ട് നിർമ്മിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിന് മെൽറ്റിംഗ് ആവശ്യമില്ല. സ്ക്രാപ്പ് റോഡും അതേപോലെ തന്നെ പ്ലേറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഓരോ സൈസിലേക്ക് റിക്വയർഡ് സൈസിലുള്ള ബ്ലാങ്ക് ആക്കിയിട്ട് മാറ്റി നെറ്റ് ആൻഡ് ബോൾട്ട് ഫോമിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടും ത്രെഡ് റോൾ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അതിൽ ടാപ്പിങ്ങും റോളിംഗ് ഒക്കെ ചെയ്യാം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സിങ്ക് പ്ലേറ്റിംഗ്, ഓയിൽ ഫിനിഷിംഗ് കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ നെറ്റ് ആൻഡ് ബോൾട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പ് വിലക്കെടുക്കുന്ന ഇരുമ്പിൽ നിന്നാണ് നമ്മൾ വളരെ വില കൂടിയിട്ടുള്ള നെറ്റ് ആൻഡ് ബോൾട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് മാറ്റുന്നത്. ഒരു സ്മോൾ സ്കെയിൽ വേണ്ടി തുടങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ മതി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മീഡിയം ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 20 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ മതിയാവുന്നത്. ലാഭമാണെങ്കിലും മിനിമം ഒരു 20-40% വരെ ലാഭമുള്ള ഒരു മേഖലയാണ് ഇത്. നമുക്ക് റെഗുലറായിട്ട് ഹാർഡ്വെയർ ഫാബ്രിക്കേഷൻ വേണ്ടി ഓട്ടോ വർക്ക്ഷോപ്സ്, ഇൻഡസ്ട്രിയൽ സപ്ലൈസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെ BG എന്നും അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ 1-to-1 എന്നും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ബിസിനസ് ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലെ ബിസിനസ് ആശയങ്ങൾക്കും ബിസിനസ് ടിപ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുവരെയും നമ്മുടെ ഈ ബിസ്റ്റാർട്ട് മാപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, നന്ദി, നമസ്കാരം. വീണ്ടും ഇതുപോലെ ആശയങ്ങളുമായി കാണാം.